ഷെയ്ഖ് ഹസീനയുടെ കുടുംബത്തെ മൊത്തം കൂട്ടക്കൊല ചെയ്ത കാലത്ത്, ഷെയ്ഖ് ഹസീനയുടെ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ കാലത്ത്, പട്ടാള അട്ടിമറിയുടെ കാലത്ത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. പന്താര റോഡ് ഹൗസിൽ 6 വർഷം അവർ ഒളിവ് ജീവിതം പോലെ ജീവിച്ചു തീർത്തിട്ടുണ്ട്. നിലവിൽ ബംഗ്ലാദേശിലുണ്ടായ പ്രശ്നത്തിൽ മതം മാത്രം കലർത്തുന്നവരും ഹസീന താൽക്കാലികമായി ഇന്ത്യയിലെത്തിയതിനെ കളിയാക്കുന്നവരും ഇതൊന്നും ഓർത്തിരിക്കാൻ വഴിയില്ല. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാർ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു അതോറിറ്റേറിയൻ ഭരണകൂടം താഴെ വീണതിലും പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തിൽ വരാൻ പോകുന്ന ഭരണകൂടം എങ്ങനെയുള്ളതായിരിക്കണമെന്നൊക്കെയുള്ള വേവലാതിയിലൂന്നിയായിരിക്കണം. ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹത്തിൽ മതം മാത്രം വലിച്ചുകൊണ്ടുവരുന്നതും അതിനാഘോഷിക്കുന്നതും ഇന്ത്യക്കാർക്ക് യോജിക്കുന്നതല്ല. സംഘപരിവാർ പേജുകൾ ഉൾപ്പെടെ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം താഴെ പോയതിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് എന്നതിൽ ഊന്നിയുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. വാർത്താ ചാനലുകളുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടെ നമുക്കിത് കാണാൻ സാധിക്കും. ദേശീയവാദികളെന്ന് പറയുന്ന ഹൈപ്പർ നാഷണലിസ്റ്റുകളായവർ ബംഗ്ലാദേശിലെ വിഷയത്തെ മതവുമായി മാത്രം കൂട്ടിക്കെട്ടുകയല്ല വേണ്ടത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണിതെന്നും ഇന്ത്യയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നൊക്കെയുള്ള വേവലാതികൾ അതിൽ ഉണ്ടായിരിക്കണം. ഇന്ത്യ ഏറ്റവും ദീർഘമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSF ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഹൈ അലേർട്ടിലാണ് ഇപ്പോഴുള്ളത്. ഒരു തള്ളിക്കയറ്റം ഉണ്ടാകുന്നത് ഇന്ത്യക്ക് ഗുണമല്ല, ദോഷമേ ചെയ്യുകയുള്ളൂ. വെസ്റ്റ് ബംഗാളിനെ ഇത് പെട്ടെന്ന് തന്നെ ബാധിച്ചേക്കും. അതെപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ദീർഘകാല സഖ്യകക്ഷി കൂടിയാണ് ഷെയ്ഖ് ഹസീനയും അവരുടെ ഭരണകൂടവും. സൗത്ത് ഏഷ്യയിൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ ഉഭയകക്ഷി വ്യാപാര ബന്ധമുള്ളത് ബംഗ്ലാദേശുമായിട്ടാണ്. നമുക്ക് അവരുമായി പ്രാദേശിക കൂട്ടുകെട്ടുകളും ഉടമ്പടികളുമുണ്ട്. നമ്മുടെ പൗരന്മാർ, ഇന്ത്യക്കാർ വലിയ അളവിൽ ഇപ്പോഴും ബംഗ്ലാദേശിലുണ്ട്. വരാൻ പോകുന്ന പുതിയ സർക്കാർ മതമൗലികവാദത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അതും നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അയൽ രാജ്യം ആഭ്യന്തര കലഹത്തിലായാൽ, അവിടുന്ന് പ്രധാനമന്ത്രിമാർ പലായനം ചെയ്താൽ നമ്മുടെ ഉത്കണ്ഠ നയതന്ത്രത്തിലും രാജ്യസുരക്ഷയിലും ഊന്നിക്കൂടിയായിരിക്കണം. മതം അവിടെ വഴിത്തിരിവായ കാരണമാകാത്തിടത്തോളം മതത്തിലേക്ക് പോകുകയേ അരുത്. സർക്കാർ ജോലികളിൽ വിവാദമായ രീതിയിൽ സംവരണം വ്യവസ്ഥ ചെയ്തതും ഇതിനെതിരെ ഉൾപ്പെടെ ആഴ്ചകളോളം നീണ്ടുനിന്ന ജനകീയ 300-ലധികം മനുഷ്യരുടെ മരണത്തിന് ഒടുക്കമാണ് ജനങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരത്തിലേക്ക് അതിക്രമിച്ച് കടന്നതും ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെച്ച് പലായനം ചെയ്യേണ്ടി വന്നതും. നമുക്ക് പ്രശ്നത്തെ കുറച്ചുകൂടി മെറിറ്റിൽ ചർച്ച ചെയ്യാം. എല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മതം മാത്രമല്ല.